ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടി ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, കത്രിക, സ്റ്റാപ്ലർ, പിന്നെ ഒരു ചെറിയ പീസ് പേപ്പർ. ഇനി ഫസ്റ്റ് അതിൻ്റെ അളവെടുക്കാം. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കട്ട് ചെയ്യേണ്ടത് ഒരു 8 സെൻറ്റിമീറ്റർ ആയിട്ടാണ്. 8 സെൻറ്റിമീറ്റർ. ഇത് രണ്ടാമത്തെ ഒരു 8ൻ്റെ ബാക്കോട്ടാക്കി കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളതൊന്ന് ഇങ്ങനെ ഒന്ന് നേരാക്കി കൊടുക്കാം. പിന്നെ ഞാൻ കാര്യം പറഞ്ഞേക്കാം, ഇത് നമ്മൾ ഫ്രെയിമാണ് ചെയ്യാൻ പോണേ. ഇതിൽ പിക്ചേഴ്സൊക്കെ മാറ്റിയിടാം. പിക്ചേഴ്സൊക്കെ മാറ്റിയിടാം. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിക്കണം. സൈസ് മറ്റേ സ്റ്റാപ്ലർ അടിക്കുമ്പോൾ ഇങ്ങനെ തെറ്റിപ്പോയാൽ ചിലപ്പം ഊരാനേ പറ്റുള്ളൂ. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ട്. സ്റ്റാപ്ലർ അത് ഇത്തിരി പൊങ്ങി കിടക്കുന്നുണ്ട്. ഫസ്റ്റ് അടിച്ചത്തിരി കുളമായിപ്പോയി. അടിക്കുമ്പോൾ ഒന്ന് അമർത്തി അടിക്കാനല്ല, അത് നോക്കാം. എന്നാൽ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഞാൻ ഇനി അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഞാൻ അടിച്ച് കാണിച്ചു തരാം. 3 സൈഡ് അടിച്ചാൽ മതി. ഇത് അടിച്ചതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പേപ്പറിൽ വരയ്ക്കണം. വരയ്ക്കാൻ ഞാൻ എറൈസബിൾ പെന്ന് വെച്ച് വരയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ സാധാ പെണ്ണെടുത്ത്. ഇപ്പോൾ എറൈസബിൾ പെന്നിൻ്റെ ഒരു പിക്ചർ, ആ ഒരു പിക്ചർ എൻ്റെ വരയ്ക്കണത് നോക്കണ്ട. ഞാൻ പെട്ടെന്ന് ഒന്ന് വരച്ചിടാന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് വരയ്ക്കാം. ഇനി ഇങ്ങനത്തെ ഡാൻസിങ്, ചാലഞ്ചിങ് അങ്ങനത്തെ ഒക്കെ വയ്ക്കും. എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നില്ല. കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണേ. വരച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ് ഇങ്ങനെ വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.